ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയുടെ വീട്ടിലെത്തിയ ശേഷം എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി നിമിഷങ്ങളൊക്കെ പങ്കിടുകയാണ്. ആ സമയത്തൊക്കെ സൂര്യയൊക്കെ നന്നായിട്ട് തന്നെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് സൂര്യയുടെ ഫോണിലേക്ക് ജയനിർമ്മല വിളിക്കുകയാണ്. അപ്പോൾ സൂര്യ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അമ്മയുടെ കോളാണെന്ന് കാണുന്ന സമയത്ത് സൂര്യ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഫോൺ വീണ്ടും സൈലൻറ്റിലാക്കി തന്നെ വെക്കുകയാണ്. അപ്പോൾ ജയനിർമ്മല മാനസയോട് പറയുകയാണ്, സൂര്യ ഫോൺ എടുക്കുന്നില്ല, അവൻ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തത് തന്നെയാണ്. മോളെ, നീ ഒന്ന് ഭാവനയ്ക്ക് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് മാനസ ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. മോളെ, നിനക്കിതാ കോള് വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാനസയാണെന്ന് കാണുമ്പോൾ ഭാവന എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ബഹളമൊക്കെ കേട്ടിട്ട് മാനസ ചോദിക്കുകയാണ്, ഭാവന നീ എവിടെ, പുറത്താണോ? എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുമ്പോൾ, അല്ല, ഞങ്ങൾ വീട്ടിൽ തന്നെയുണ്ട്, വീട്ടിലൊരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അതെന്താ, എന്ത് പരിപാടിയാണ്? ഞാനും ഭാമയും അമ്മയാവാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ്, അതിനൊരു ചെറിയ ഒരു ഫംഗ്ഷൻ വെച്ചതാണ് എന്ന് പറയട്ടോ. എന്നാൽ നീ വീഡിയോ കോളിൽ വിളിക്ക്, ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം എന്ന് ഭാവന പറഞ്ഞിട്ട് മാനസ വീഡിയോ കോളിൽ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് ഭാവനയുടെ ആ ഇരുത്തമൊക്കെ കാണുന്ന സമയത്ത് മാനസയ്ക്ക് ചെറിയൊരു വിഷമം വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്താ സൂര്യ, എന്നെ കൂടി വിളിക്കാമായിരുന്നില്ലേ, എങ്കിൽ ഞാൻ കൂടി വരുമായിരുന്നല്ലോ എന്ന് മാനസ പറയട്ടോ. അങ്ങനെ പിന്നെ ജയനിർമ്മല വാങ്ങുകയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് സൂര്യയോട്. എന്താടാ, നിനക്ക് എൻ്റെ കോള് കാണുന്ന സമയത്ത് എടുക്കാൻ പോലും നേരമില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുത്ത് സംസാരിക്കാൻ കേട്ടോ. ഭാവനയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതെന്താ ഞങ്ങളെ അറിയിക്കാത്തത്, ഞങ്ങളെ അറിയിക്കാതെ നീ രഹസ്യമായിട്ടാണോ അവിടേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സൂര്യയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ സൂര്യയ്ക്ക് അതൊരു വിഷമം പോലെ ആവുന്നുണ്ട്. അങ്ങനെ സൂര്യ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ ഫോൺ വെക്ക്, ഞാനിപ്പോൾ അവിടേക്ക് വരാം, എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ധൃതിയിൽ വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ഗായത്രിയും ജാനകിയും വിജയപത്മനും ഒക്കെ പറയുന്നുണ്ട്, നന്നായുള്ളൂ അവരെ വിളിക്കാതിരുന്നത്, അവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫംഗ്ഷൻ അലങ്കോലമാക്കി തന്നേനെ എന്നൊക്കെ ജാനകിയും വിജയപത്മനും കൂടി ഗായത്രിയോട് പറയണേ. അപ്പോൾ സേതു പറയണം, ആ മാനസയെ കൂടി ഇവിടേക്ക് വിളിക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ, എന്നാൽ അവളെ കൂടി ഇവിടെ ഇരുത്തേണ്ടി വന്നേനെ എന്ന് സേതു പറയണം കേട്ടോ. അങ്ങനെ ആർക്കും തന്നെയും ജയനിർമ്മലയും മാനസയെയും വിളിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും വിളിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായുള്ളൂ, അതുകൊണ്ടാണ് ഈ പരിപാടി നല്ലതുപോലെ നടത്താൻ നമുക്ക് കഴിഞ്ഞത് എന്നൊക്കെ തന്നെയാണ് അവരെല്ലാവരും പറയുന്നത്. അങ്ങനെ സൂര്യ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ച ശേഷം സൂര്യ പറയണേ, നിങ്ങൾ ആരും ഒന്നുകൊണ്ടും ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട, ഇത് അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും നല്ലതുപോലെ ഭംഗിയായിട്ട് തന്നെ നടത്തണം എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും അവരെല്ലാവരും ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആ നിമിഷങ്ങളൊക്കെ പങ്കിടുകയാണ്. എന്നിട്ട് എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സദ്യ കഴിക്കുന്ന സമയത്ത് ഭാവനയും ഭാമയും എല്ലാവർക്കും ഓരോ ഉരുള വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഗായത്രിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഒരു സന്തോഷ നിമിഷം തന്നതിന് ദൈവത്തിനോട് ആ സമയത്ത് ഗായത്രി നന്ദി പറയുകയാണ്. എന്നിട്ട് നിർമ്മല മാനസയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്, അവനിപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം ഇപ്പോൾ ഭാവനയുടെ വീട്ടിലുള്ളവരും ഭാവനയും പറയുന്നതാണ്. അവൻ ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു, പണ്ടേ അവൻ ഭാവനയുടെ വാല് നടക്കുന്നവനായിരുന്നു, അവനെ ഇവിടേക്ക് വരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം, അവൻ അവിടെ ഇപ്പോൾ നിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ജയൻ നിർമ്മല പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് രാത്രിയാകുന്ന സമയത്ത് വീണ്ടും ഗായത്രിയുടെ വീട്ടിൽ സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ പങ്കിടുകയാണ്. പൂത്തിരി കത്തിച്ച് ഒരു ഉത്സവം പോലെ തന്നെ അവരവിടെ നടത്തുകയാണ്. അങ്ങനെ സേതു പറയണേ, ഇത്രയും അധികം സന്തോഷം ഇപ്പോൾ അടുത്തൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല, മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷവും സുഖവും എന്ന് പറയുമ്പോൾ മായയും പറയണേ, അത് ശരിയാണ്, ഞാനും ഒരുപാട് സന്തോഷിച്ചു, ഇത്രയും നല്ലൊരു നിമിഷം ഇപ്പോൾ അടുത്തൊന്നും നമ്മൾ ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ അവരെല്ലാവരും ചേർന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഭാനുവിനോട് പറയുകയാണ്, നീ എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യേ, എന്ത് പരിപാടിക്കും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ, എന്നാൽ നമുക്ക് എല്ലാവർക്കും കസേരക്കളിയോ കണ്ണുപൊത്തിക്കളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിച്ചാലോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗായത്രി പറയാണ്, ഭാമയെയും ഭാവനയെയും ഞാൻ വിടില്ല, രണ്ട് ഗർഭിണികളോടും നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് കസേര കളിക്കൊന്നും ഞാൻ ഇവരെ വിട്ടു തരില്ല എന്ന് പറയണ്. അപ്പോൾ അഭി പറയണ്, എങ്കിൽ നമുക്ക് കണ്ണുപൊത്തി കളിച്ചാലോ എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണുപൊത്തി കളിക്കുക കേട്ടോ. ആ സമയത്താണ് വീണ്ടും സൂര്യയുടെ ഫോണിലേക്ക് ജയനിർമ്മല വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുക, എന്താടാ സൂര്യ, നിന്നോട് പറഞ്ഞത് നീ അനുസരിക്കാറായില്ലേ, നീ എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഞാൻ ഇന്ന് വരുന്നില്ല, നാളെ ഞാൻ വരണോ എന്ന് തന്നെ ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ, നീ എന്താടാ ഇങ്ങനെ പറയുന്നത്, മര്യാദയ്ക്ക് നീ ഇവിടേക്ക് വന്നോ, നീ എന്താ അച്ചിൽ താമസിക്കാമെന്നാണോ കരുതിയത്, മര്യാദയ്ക്ക് നീ ഇവിടേക്ക് വന്നോ എന്ന് പറയുമ്പോൾ, അമ്മ വെറുതെ പ്രഷർ കൂട്ടാനൊന്നും നിൽക്കണ്ട, ഞാൻ ഇന്ന് അവിടേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല, അമ്മ എന്തായാലും BP കൂട്ടാതെ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോൾ, നീ എന്താ ഇങ്ങനെ പറയുന്നത്, നിന്നോടല്ലേ ഞാൻ ഇവിടേക്ക് വരാൻ
പറഞ്ഞത് ഇവിടെ ഒരു ഗർഭിണിയുള്ള വീടാണ്, അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ ആരെങ്കിലും വേണ്ടേ എന്ന് പറയുമ്പോൾ സൂര്യയ്ക്ക് അത് തീരെ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അമ്മയുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അമ്മ കൂടുതൽ സംസാരിക്കാതെ ഫോൺ വെച്ച് എന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് അങ്ങ് കട്ടാക്കുകയാണ്. അപ്പോൾ ജയനിർമ്മല അങ്ങ് ദേഷ്യത്തോടു കൂടി പറയുകയാണ്, അവനിപ്പോൾ എൻ്റെ വാക്കിന് തീരെ വിലയില്ലാതായിരിക്കുന്നു. അവനിപ്പോൾ ഭാവനയുടെ വീട്ടുകാരും ഭാവനയും പറയുന്നതാണ് ഏറ്റവും വലുത്. അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ ഇവിടേക്ക് വരുത്തുക തന്നെ ചെയ്യും, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാനസ പറയാനെല്ലാം കാരണക്കാരത്തി ഞാനാണല്ലോ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ജയനിർമ്മല പറയും, മോൾ എന്ത് തെറ്റ് ചെയ്തു? ഭാവനയോട് ഇവിടേക്ക് വരണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയട്ടെ. അതിന് എൻ്റെ അച്ഛനും അമ്മയും കാരണമല്ലേ ഭാവനയുടെ വീട്ടുകാർ ഇവിടേക്ക് പറഞ്ഞയക്കാതിരിക്കുന്നത്. അതിപ്പോൾ ആൻറ്റിയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുകയുള്ളൂ. എത്രയായാലും മോളുടെ ജീവന് സുരക്ഷയില്ല എന്ന് കണ്ടാൽ ആരാണ് പറഞ്ഞയക്കുക എന്ന് പറയട്ടോ. ആ സമയത്ത് ജയനിർമ്മല പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ് മാനസയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ. അങ്ങനെ മാനസ പറയാണ്, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നതോടുകൂടി ഇപ്പോൾ സൂര്യയ്ക്ക് പോലും ഇവിടെ നിൽക്കാൻ താല്പര്യം പോലും ഇല്ല. ഇതിനെല്ലാം കാരണം ഞാൻ കൂടിയാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു എന്നൊക്കെ പറയട്ടോ. മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഭാവനയോട് നമ്മുടെ വീട്ടിലേക്ക് വരണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ സൂര്യ അവിടേക്ക് പോകുന്നത് അത് എനിക്ക് പറ്റില്ല, അവനെ ഞാൻ ഇവിടേക്ക് വരുത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ജയനിർമ്മലയും മാനസയും കൂടി സംസാരിക്കുന്നത് പ്രസീതയും അജയനും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അവർ നേരെ മാനസയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചതൊക്കെ ഞങ്ങൾ കേട്ടു. മോളെ, നിനക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മളെ കൊണ്ട് ജയനിർമ്മല ഓരോന്ന് ചെയ്യിപ്പിച്ചതിന് തിരിച്ച് നിനക്കൊരു അവസരമാണ്. നീയും അവളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യണം. അതിനുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ വെച്ച് തന്നെ ജയനിർമ്മലയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കതിനൊന്നും കഴിയില്ല, അമ്മയുടെ അച്ഛൻ്റെയും മനസ്സിലിരിപ്പൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ മോളെ, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നല്ല ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന് പറഞ്ഞ് മനസ്സ് മിണ്ടാതെ അങ്ങ് ദേഷ്യത്തോടു കൂടി നിൽക്കട്ടോ. അപ്പോൾ അജയൻ മനസ്സിൽ കരുതുകയാണ്, നിൻ്റെ ആൻറ്റിയെ ഞാൻ വരച്ച വരയിൽ നിർത്തി, എന്നിട്ടാണോ നിന്നെയും ഞാൻ എങ്ങനെ നിർത്തണമെന്നൊക്കെ എനിക്കറിയാം, അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിൽ സ്വയം അജയൻ പറയുകയാണ്. അപ്പോൾ പ്രസീത പറയുന്നുണ്ട്, ഞങ്ങൾ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, നീ അതുപോലെ അനുസരിച്ചാൽ അത് നിനക്ക് കൂടി ഗുണമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗുണം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും അത് നടക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞ് മാനസ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പ്രസീത പറയണ, നമ്മൾ പറഞ്ഞതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവളെ കൊണ്ടൊക്കെ ഇഷ്ടപ്പെടിപ്പിക്കാനൊക്കെ എനിക്കറിയാം, അവളോട് എങ്ങനെ നിൽക്കണം എങ്ങനെ പെരുമാറണം എന്നുള്ളത് എനിക്കറിയാം, അത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് അജയൻ പറയണം. പിന്നീട് ദേവൻ്റെ അടുത്തേക്ക് ജയനിർമ്മല ചെന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ മോന് നമ്മളെക്കാളും വലുത് ഇപ്പോൾ ഭാവനയുടെ വീട്ടിലുള്ളവരും ഭാവനയും മാത്രമാണ്, ഒരു കാര്യവും നമ്മളെ അറിയിക്കാതെയാണ് ഇപ്പോൾ അവൻ ഓരോന്നും ചെയ്യുന്നത്. അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നത് പോലും നമ്മളെ അറിയിക്കുകയോ നമ്മളെ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തിനാ ഇപ്പോൾ നമ്മളെ വിളിക്കേണ്ട കാര്യം? അവന് സന്തോഷം കിട്ടുന്നത് എവിടെയാന്ന് വെച്ചാൽ അവൻ അവിടെ നിന്നോട്ടെ, അതിന് നീ വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ അവനെ അവിടെ നിർത്താൻ സമ്മതിക്കില്ല, അച്ചു വീട്ടിലെ അങ്ങനെ അവൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാനും ഒരു കണക്കിന് ഇവിടെ നിൽക്കുന്നത് അച്ചു വീട് തന്നെയല്ലേ, എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് അപ്പോൾ അച്ചു വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജയനിർമ്മല അങ്ങ് പതറിപ്പോവുകയാണ് ദേവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. അപ്പോൾ ദേവൻ പറയുകയാണ്, അവൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, അവന് സമാധാനം കിട്ടുന്നത് എവിടെയാന്ന് വെച്ചാൽ അവൻ അവിടെ നിന്നോട്ടെ, അവൻ സമാധാനം കളയാനാണോ നിൻ്റെ ഉദ്ദേശം? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ മോൻ്റെ മനസമാധാനമാണ് നീ കളയുന്നത്. അവൻ ഇവിടേക്ക് വന്നാൽ മനസമാധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഭാവനയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഞാനും ഇവിടെ നിൽക്കില്ല എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളും ഭാവനയുടെ വീട്ടിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അവിടെ പോയാൽ മനസമാധാനം കിട്ടുമെങ്കിൽ ഞാനും അവിടേക്ക് പോവും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ജയനിർമ്മല കണ്ണും തുറിച്ച് നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ സൂര്യ ഭാവനയോട് പറയുകയാണ്, അജയൻ്റെയും പ്രസീതയുടെയും ഒരേ ഒരു ലക്ഷ്യം മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തന്നെയാണ്, ആ കുഞ്ഞിനെ ചൊല്ലിയാണ് അവർ നമ്മളെ ഭീഷണിപ്പെടുത്താനും നമ്മളോട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും അവർ ഒരുങ്ങുന്നത്. അതാണ് അവരുടെ ഒരു തുറുപ്പ് ചീട്ട് തന്നെ. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വെച്ച് അവർ നമ്മളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അവരിങ്ങനെ അടങ്ങിയിരിക്കുന്നതൊന്നും നമ്മൾ ആരും നോക്കണ്ട, അവർക്ക് പല ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് അവരവിടേക്ക് വന്നത് എന്നൊക്കെ ഭാവനയോട് സൂര്യ പറയട്ടോ. അപ്പോൾ സൂര്യ പറയുന്ന വാക്കുകളിലൂടെ ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരുപക്ഷെ മാനസ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എനിക്കും സൂര്യയ്ക്കും അവർ
തരാൻ സമ്മതിക്കില്ല, അവർ വിട്ടു തരാൻ സാധ്യതയില്ല. ഈ പ്രശ്നം സൂര്യ പറയുന്നത് പോലെ എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെയാണ് കേട്ടോ ഭാവനയും ആ സമയത്ത് ചിന്തിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഗായത്രിയോടൊപ്പം ഭാവന അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങിയ ശേഷം അവിടെ ഒരു കൈനോട്ടക്കാരി ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഭാവനയുടെ മുഖലക്ഷണം നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ ഭാവനയുടെ കൈ നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ ആദ്യത്തെ കുഞ്ഞിനെ ചതിയന്മാർ നശിപ്പിച്ചു കളഞ്ഞതാണല്ലേ, നിന്റെ കുഞ്ഞിനെ അവർ ചതിയിലൂടെ ഇല്ലാതാക്കിയതാണല്ലേ എന്നൊക്കെ അങ്ങ് പറഞ്ഞതോടുകൂടി ഭാവനയും ഗായത്രിയൊക്കെ അതിശയിക്കുകയാണ് കേട്ടോ. ഈ കാക്കാത്തി സ്ത്രീ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പറയുകയാണ്. ഇപ്പോഴും നിന്റെ ശത്രുക്കൾ അടങ്ങിയിട്ടില്ല, എല്ലാവരും ഒത്തുകൂടി നിന്നെ ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമം. നിന്നെയും കുഞ്ഞിനെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയക്കാനാണ് അവരുടെ ശ്രമം. അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിക്കണം. മോളുടെ തൊട്ടുപുറകിലായിട്ട് അപകടം പതിയെ ഇരിപ്പുണ്ട്, അവർ ചില്ലറക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് കൈനോട്ടക്കാരി ഭാവനയ്ക്ക് മുൻകരുതൽ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗായത്രി ആകെ പേടിക്കുകയാണ്. കാക്കാത്തി പറഞ്ഞതുപോലെ തന്നെ ഇനി സംഭവിക്കുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ഭാവനയും വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഗായത്രിയുടെ വെപ്രാളം കാണുന്ന സമയത്ത് ഭാവന പറയുന്നുണ്ട്, അമ്മ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, ഇതൊക്കെ അവർ വെറുതെ പറയുന്നതാണ്, അമ്മ ഇങ്ങനെ പേടിക്കുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചില സത്യങ്ങളുണ്ട് മോളെ, നീ വായോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്.